ഹായ് ഓൾ വൈഷ്ണവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്യൂച്ചർ ടെക് എംപ്ലോയീസിൽ ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ മാസം അതായത് ജൂലൈ 31 നമ്മുടെ പുതിയ ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇത്തവണ തൊട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്പോൾ ഓൺലൈനായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം, അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതുള്ളത്, അതിന്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് ഗൂഗിളിൽ കയറിയതിനു ശേഷം സെർച്ച് മെനുവിൽ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് കേരള PSC എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ലിങ്ക്, ഫസ്റ്റ് ലിങ്ക് തന്നെ അതിനകത്തോട്ട് കയറാനാണ്. സോ നമുക്ക് ഡയറക്റ്റ് അതിലോട്ട് പോകാം. ഞാൻ ഡെസ്ക്ടോപ്പിലോട്ട് വരുന്നു. WhatsApp 18 of 29. Google Chrome 19 of 29. Enter. New tab. Google Chrome window. New tab. ഇവിടെ ഞാൻ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് കേരള PSC എന്ന് സെർച്ച് ചെയ്യണം. Department ENS test R A P PSC. ഓക്കെ, എന്റർ ചെയ്യുന്നു. google.com/ ഞാനിവിടെ നമ്മുടെ ആൽഫാന്യൂമറിക് കീയിൽ 3 പ്രസ് ചെയ്യാണ് ഹെഡിംഗ് വൈസ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട്. Clickable main landmark departmental test heading level 3 visited link. ഓക്കെ, എന്റർ ചെയ്യാം. Departmental test Kerala Public. സോ ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റിന്റെ വെബ്സൈറ്റിലോട്ട് വന്നിട്ടുണ്ട്. ടൈറ്റിൽ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. NBDA+T. Departmental test Kerala Public Service Commission, Google Chrome. ഓക്കെ, ഇവിടെ നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ Clickable main landmark table with 1 row and 2 columns row. 1 column 1 departmental test registration visited link heading level 4. ഞാൻ T പ്രസ് ചെയ്തപ്പോൾ ഡയറക്റ്റ് വന്നത് ഇവിടെയാണ്, ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് രജിസ്ട്രേഷൻ. ഇവിടെ എൻ്റർ ചെയ്യുന്നു. Region Kerala Public Service Commission document. അപ്പോൾ നോർമലി നമ്മൾ PSCയിൽ ലോഗിൻ ചെയ്യുമ്പോൾ വരുന്ന അതേ പേജ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. യൂസർ IDയുടെ അതിന്റെ മുകളിലാണ് നമ്മുടെ ഫോക്കസ് ഇരിക്കുന്നത്. ടാബ് ചെയ്യുന്നു. Password row 2. Edit protected blank. Has autocomplete. പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. Tab. Access code case sensitive captcha image refresh row 3. Edit blank. അപ്പോൾ ഇവിടെ നമുക്ക് ഓഡിയോ ക്യാപ്ച അവൈലബിൾ അല്ല. നമുക്ക് മറ്റ് സൊല്യൂഷൻസ് ഉണ്ട്. വിഷൻ അസിസ്റ്റന്റ് പ്രോ അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ ജെമിനി എടുത്തോ ചാറ്റ് GPT എടുത്തൊക്കെ ചോദിച്ചിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. ടാബ് ചെയ്യുന്നു. Login button. ലോഗിൻ ഉണ്ട്. ഇതിന്റെ താഴെ Forgot password link. Forgot password ഉണ്ട്. Tab. New registration link. അപ്പോൾ നമ്മൾ പല ആൾക്കാരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളിവിടെ ഈ ലിങ്കിലോ ഇതിന്റെ തൊട്ടപ്പുറത്ത് സൈൻ അപ്പ് ബട്ടൺ ഉണ്ട്. ഞാനിപ്പോ ഇതിനകത്ത് എൻ്റർ ചെയ്യുന്നു. Kerala Public Service Commission. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. Tab. Home link. ഓക്കെ, ഇവിടെ Tab. Contact link. Tab. Site map link. Tab. Form choose file. No file chosen button. ഫസ്റ്റ് തന്നെ ചൂസ് ഫയലാണ്. ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. Tab. www. ഇതിന് ശേഷം ഞാനിപ്പോ ഓൾറെഡി എന്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് ആണ്. മുമ്പേ രജിസ്ട്രേഷൻ ചെയ്ത ഒരാളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫോട്ടോ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പോകണം. അവിടെ നിങ്ങളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആധാർ നമ്മൾ ലിങ്ക് ചെയ്യുകയും വേണം, അത് വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്യണം. OTP ത്രൂ വെരിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മുടെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് അവിടെ ഫിസിക്കൽ ഡിസബിലിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുന്നിടത്ത് യെസ് കൊടുത്ത് അതിന്റെ താഴെ ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുത്ത് നമ്മൾ ഇതെല്ലാം സേവ് ചെയ്തതിന് ശേഷം രജിസ്റ്റർ ചെയ്യുക. യൂസർ IDയും പാസ്വേഡും കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ ലോഗിൻ പേജിലോട്ട് പോകും. List with 6 items free. Table with 2 rows. Edit sub menu protected has. Edit sub menu has autocomplete. Table. സോ ഞാനിവിടെ എന്റെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യുകയാണ്. എന്റെ യൂസർ ID കൊടുക്കുന്നു. Tab. Vaishnavrajan. Password row 2. Edit protected has autocomplete blank. പാസ്വേഡ് കൊടുക്കുന്നു. Numlock. Tab. Access code case sensitive captcha image refresh row 3. Edit blank. സോ എനിക്ക് വിഷൻ അസിസ്റ്റന്റ് പ്രോ ഉണ്ട്. ഞാനിവിടെ സോൾവ് ചെയ്യും. NVDA solving. Captcha. LNLQAA. Home. Right arrow. Left arrow. L. Right arrow. N. Right arrow. L. Right arrow. Q. Right arrow. A. Login button. Login കൊടുക്കാം. Kerala Public. Heading level 2 Department.
സോ നമ്മള് അടുത്തത് ലോഗിൻ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് Form proceed greater button. OTP വെരിഫിക്കേഷൻ നമ്മുടെ PSC യിൽ ഉള്ളതുപോലെ തന്നെ OTP വെരിഫിക്കേഷൻ ഉണ്ട്. ഞാൻ എൻ്റർ ചെയ്യുന്നു. OTP വരണം. Edit. Form landmark. Table. Resent OTP. Wait. 0. 100. ഓക്കെ, OTP വന്നിട്ടുണ്ട്. നോക്കാം. Messages. Conversations. KPSCS. Unread. One-time password for the upload. Login is 2.1x.1. Do not share it with anyone. Kerala PSC. 48 PM. 251,851. Proceed button. പ്രൊസീഡ് കൊടുക്കാം. Kerala Public Service. സോ ഇവിടെ നമ്മൾ ലോഗിൻ ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. Visited same page link home link contact link site map. Visited link logout VY Schnavar. ഓക്കെ, ഇവിടെ ലോഗ് ഔട്ട് കാണിക്കുന്നുണ്ട്. Down arrow. Unlabeled graphic to get missing image descriptions. Open the context menu. സോ ഇവിടെ നമ്മൾ ഇനി ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനാണ് പോകുന്നത്. ഇവിടെ ഓപ്ഷൻസ് ഒന്ന് പരിചയപ്പെടുത്താം. Tab. List with 22 items. My profile visited link. പ്രൊഫൈൽ, Tab. My registration card link. മൈ രജിസ്ട്രേഷൻ കാർഡ്, Tab. Change my password link. ചേഞ്ച് മൈ പാസ്വേഡ്, Tab. Link Aadhaar visited link. ലിങ്ക് ആധാർ. ഇതിപ്പോൾ ഓൾറെഡി എന്റെ ലിങ്ക്ഡ് ആണ്. ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഈ വെരിഫൈഡ് എന്ന് കാണിക്കും. Tab. Apply for test visited link. ഇതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, അപ്ലൈ ഫോർ ടെസ്റ്റ്. Tab. Make payment link. നമ്മൾ അപ്ലൈ ചെയ്തതിനു ശേഷം പേയ്മെന്റ് ഉണ്ടെങ്കിൽ മേക്ക് പേയ്മെന്റ് ചെയ്യേണ്ടത് ഇവിടെയാണ്. Tab. My admission ticket link. മൈ അഡ്മിഷൻ ടിക്കറ്റ്, നമ്മൾ ഹോൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇവിടെയാണ്. Tab. Answer key complaint link. ആൻസർ കീ കംപ്ലൈന്റ് ഇവിടെ കൊടുക്കാം. നമുക്ക് അതിന്റെ ഓപ്ഷൻ ആവശ്യം ഉണ്ടാവില്ല. Tab. My results link. റിസൾട്ട്സ് ഇവിടെ കിട്ടും. Tab. Certificates link. സർട്ടിഫിക്കറ്റ്സ് ഇവിടെ നമുക്ക് അവൈലബിൾ Tab. ആവും. Examination schedule link. എക്സാമിനേഷൻ ഷെഡ്യൂൾ ഉണ്ട്. Tab. Announcements link. അനൗൺസ്മെന്റ്സ്, My messages link. മൈ മെസ്സേജസ്, Tab. My photographs link. മൈ ഫോട്ടോഗ്രാഫ്, Tab. Notifications link. നോട്ടിഫിക്കേഷൻ. Frequently asked questions link. ഇങ്ങനെ പോകുന്നു. ഇനിയൊന്നുമില്ല, താഴെ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എത്തി, FAQ എത്തി. അപ്പൊ ഞാനിവിടെ ഇൻസെർട്ട് F7 പ്രസ് ചെയ്ത് അപ്ലൈ ടെസ്റ്റിലേക്ക് ഡയറക്റ്റ് പോവാണ് ലിങ്കിലൂടെ. Elements list dialog. Tree view. Apply for test. Visited 9 of 27 level 0. ഓക്കെ, എൻ്റർ Enter. ചെയ്യാം. Kerala Public ഇവിടെ വന്നിട്ടുണ്ടാവും, നമുക്ക് നോക്കാം. list with 22 items. User details heading level. Personal heading level 1. ഞാൻ ഹെഡിങ് വൈസ് ആയിട്ട് പോവാണ്. General heading level. Wise words heading level. Departmental test July 2026 notification issued heading level 1. ഓക്കെ, അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് Down നോക്കാം. arrow. Departmental test July 2026. Down arrow. And departmental test Viva Voce July 2026. Down arrow. Combined notification. കമ്പൈൻഡ് നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. Down arrow. Gazette date the 31st of July 2026. ഓക്കെ, ഡേറ്റ് Down കൊടുത്തിട്ടുണ്ട്. arrow. Last date the 9th of February 2026. അത് 2/9 എന്നുള്ളത് ഗൂഗിൾ ഡീറ്റെയിൽസ് മാറി വായിക്കുന്നതാണ്. അതായത് ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 2. Down arrow. Last date the 2nd of September 2026. Link read more visited link apply now. ഓക്കെ, ഇവിടെ റീഡ് മോർ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ വായിച്ചു നോക്കാം. അതല്ലെങ്കിൽ Read more link. Tab. Apply now. Visited link. ഞാൻ അപ്ലൈ നൗ Enter. കൊടുക്കുകയാണ്. Kerala Public Service. ഇവിടെ നമ്മുടെ ഫോട്ടോഗ്രാഫിലുള്ള ഡേറ്റും പേരും എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അത് കൃത്യമായിട്ട് കൊടുക്കേണ്ടതുണ്ട്. ആ ഫോട്ടോഗ്രാഫിലെ പേര് ഇതൊക്കെ വേണമെന്നുള്ളത് നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോഗ്രാഫ് എങ്ങനെയായിരിക്കണം, ഏത് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, ഏത് ലൈറ്റ് കളറിലെ ഡ്രസ് ആയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം അത് ആ പ്രൊസീജിയർ എല്ലാം നോക്കി അതിനനുസരിച്ച് വേണം ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. Caps lock on. ഞാനിവിടെ എന്റെ പേര് എങ്ങനെയാണോ ഇരിക്കുന്നത് അത് കൊടുക്കുന്നു. VY Schnav. ഓക്കെ, ഡേറ്റ് കൊടുക്കണം. Tab. R//20 row 4. Edit //20. Numlock numpad 2. Numlock numpad 3. Home 0. Tab. Checkbox not checked. ഇത് കഴിഞ്ഞ് ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, ചെക്ക് ചെയ്യാം. Checked. ഡേറ്റ് കൊടുത്തത് ഒന്നും കൂടെ ചെക്ക് ചെയ്തോളൂ. Name is seen in your photograph. VY Schnav. R date on the photograph DD/M/YYYY08/02/2023 row 6 column 2. Table. Tab. Checkbox checked. അത് ചെക്ക് ആണ്. അതിനുശേഷം നമ്മൾ താഴെ Tab. Proceed button. പ്രൊസീഡ് Enter. കൊടുക്കാം. ഇവിടെ അടുത്ത പേജിലോട്ട് പോയിട്ടുണ്ട്. നമ്മളോട് പ്രിഫറൻസ് ചോദിക്കുകയാണ് ഡിസ്ട്രിക്റ്റിൻ്റെത്. Tab. ഓക്കെ, Refresh unlabeled graph. Tab. Table. Row 3 column 1. Table.
Save preference row 3 examination district column 2. Table. Row 1 column 1. Combo box collapsed. Down arrow. Tiruvananthapuram. Tab. Save preference graphic link. ഇവിടെ സേവ് പ്രിഫറൻസ് എന്നുള്ളത് കൊടുക്കുക. Enter. വീണ്ടും നമ്മുടെ അടുത്ത് ചോദിക്കും, ജസ്റ്റ് ഒന്ന് കൊടുത്ത് പോയിക്കോളൂ. Tab. Table. Row 3 column 1. Table. Save preference row 4 examination district column 2. Table. Row 1 column 1. Combo box collapsed. Down arrow. Column. അതായത് നമ്മൾ ഇവിടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുമ്പോൾ നോർമലി ഉള്ള ആളുകൾക്ക് ഒരു റീജിയൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റീജിയന്റെ കീഴിൽ വരുന്ന 4 ജില്ലകൾ കാണിക്കും. അപ്പൊ ഇവിടെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുത്തു പോയാൽ മതി. Tab. Save preference graphic link. Enter. സേവ് കൊടുക്കുന്നു. Tab. Table. Row down arrow. Pathanamthitta. Down arrow. Alappuzha. മൂന്നാമതായിട്ട് ആലപ്പുഴ Tab. കൊടുക്കുന്നു. Save preference enter. Tab. Table. Row down arrow. Pathanamthitta. ഇത് നമ്മൾ എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. നമ്മളെ സംബന്ധിച്ച് വൈവേ ആയതുകൊണ്ട് നമുക്ക് തിരുവനന്തപുരം അല്ലെങ്കിൽ എറണാകുളം അതല്ലെങ്കിൽ കോഴിക്കോട് ഇങ്ങനെ കിട്ടത്തുള്ളൂ. ഇത് ഇതിന്റെ ഒരു നോർമൽ പ്രൊസീജിയർ ആണ്. അത് നിങ്ങൾ ചെയ്തു പോവുക. ഓക്കെ, Tab. Save preference graphic link. ഞാൻ Enter. സേവ് ചെയ്യുന്നു. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമുക്ക് Down നോക്കാം. arrow. Out of table blank. Down arrow. Blank. Down arrow. Step 3. ഓക്കെ, സ്റ്റെപ്പ് 3 നമ്മൾ Down വന്നു. arrow. Select the examination name and papers. സെലക്ട് ദ എക്സാമിനേഷൻ നെയിം ആൻഡ് പേപ്പേഴ്സ്. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ നോക്കിക്കോളൂ. Down arrow. Show examination name and papers for visually impaired checkbox not checked graphic pointer. ഓക്കെ, സോ അവിടെ നോട്ട് ചെക്ക്ഡ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഞാൻ സ്പേസ് ബാർ പ്രസ് ചെയ്ത് ഒന്നും നടക്കുന്നില്ല. അപ്പൊ ഒന്ന് ടാബ് ചെയ്യുക. ഇവിടെ എന്നിട്ട് നിങ്ങൾ ഡൗൺ ആരോ അടിച്ച് വരുന്ന ആൾക്കാരാണ് ടാബ് ചെയ്യുക. അല്ലെങ്കിൽ ടാബ് ചെയ്ത് വരുന്നവർക്ക് ഡയറക്റ്റ് ആ ഓപ്ഷനിലോട്ട് പോകും. Tab. Checkbox not checked. ഇതൊന്ന് ചെക്ക് Checked. ചെയ്യാം. ഓക്കെ, ചെക്ക്ഡ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടാബ് ചെയ്യാം. Examination name row 4 column 1. Combo box collapsed. എക്സാമിനേഷൻ നെയിം ആണ് ചോദിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ കൊടുക്കുന്നത് KPSC. KSRT. Kerala PW. Kerala Municipal. Kerala State. Kerala Police Man. Kerala Cooperative Test. Kerala Registration Test. Kerala Education Act and Rules Test for visually challenged. ഓക്കെ, എനിക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് എനിക്ക് ഈ ഒരു പേപ്പർ എഴുതിയെടുക്കേണ്ടതുണ്ട്. സോ ഞാൻ KER ആണ് കൊടുത്തിരിക്കുന്നത്. ടാബ് Tab. ചെയ്യുന്നു. Paper name free chance medium of questions English save paper row 5. Table. Paper name row 2 column 1. Combo box collapsed. ഇത് പേപ്പർ നെയിം ആണ്. നമുക്ക് ഇവിടെ വരുന്നത് എന്താണെന്ന് Down നോക്കാം. arrow. Viva voce. കണ്ടോ, വൈവൈ ആണ് കാണിക്കുന്നത്. അത് സെലക്ട് ആയി. Tab. Free chance row 4. Combo box collapsed. ഞാൻ ഇതുവരെ KERന് അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് ഫ്രീ ചാൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഫ്രീ ചാൻസിന് ക്ലെയിം ചെയ്യുകയാണ്. Down arrow. Yes, I want to claim now. ടാബ് ചെയ്യുന്നു. Tab. Medium of questions English row 6. Combo box English collapsed. ഇവിടെ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ആണ്. വേറെ ഓപ്ഷൻസ് ഒന്നും അവിടെ ഇല്ല. നമുക്കൊന്ന് എക്സ്പാൻഡ് Expanded. ചെയ്യാം. List. English 1 of 1. കണ്ടോ, ഇംഗ്ലീഷ് 1 Down ഓഫ് 1 arrow. തന്നെയാണ്. വേറെ ഓപ്ഷൻ ഇല്ല. അതൊന്നും ചെയ്യണ്ട. Tab. Combo box English collapsed. Tab. Save paper button. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? പേപ്പർ സേവ് Enter. ചെയ്യുക. Down arrow. Heading level 1 my applied papers. കണ്ടോ, ഇവിടെ അപ്ലൈഡ് പേപ്പേഴ്സ് Down കാണിക്കുന്നുണ്ട്. arrow. Table with 4 rows and 3 columns row 1 column 1 Kerala Education Act and Rules Test for visually challenged. Down Okay. arrow. Column 2 through 3 checkbox checked clickable free chance. Down arrow. Row 2 Kerala Education Act and Rules Test for visually challenged column 1 Viva voce. Down arrow. Free chance column 2 English. Down arrow. Free chance column 3 link graphic delete. Down arrow. Row 3 Kerala Education Act and Rules Test for visually challenged column 1 through 3 link check if payment is due. ഓക്കെ, ഇവിടെ രണ്ട് ഓപ്ഷൻ കാണിക്കുന്നു. ഒന്ന് ഡിലീറ്റ് ആണ്. നിങ്ങൾക്ക് ഇത് വേണ്ട, ഇത് നിങ്ങൾ കൊടുത്തത് തെറ്റിപ്പോയെങ്കിൽ ഇവിടെ ഡിലീറ്റ് ചെയ്ത് വീണ്ടും ഒന്ന് തൊട്ട് നമ്മളിപ്പോ ചെയ്ത പോലെ വീണ്ടും വരാം. അതല്ല നിങ്ങൾക്ക് പേയ്മെന്റ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്യാം. ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. Shift plus tab. അല്ലെങ്കിൽ Row 2 free chance column 3 delete graphic link. ഡിലീറ്റ് Shift ഉണ്ട്. plus tab. Row 1 column 2 through 3 checkbox checked. Table with 4 enter. Kerala Public Service. സോ ഞാൻ നമ്മുടെ പേയ്മെന്റ് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ Down വന്നിട്ടുണ്ട്. arrow. Visited link home link contact link site. List with 22 items user details heading personal heading level general heading level 1 wise words heading level e-payment of fee heading level 1.
ഈ പേയ്മെന്റ് ഫീയിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ Down നോക്കാം. arrow. The examination papers applied by you are shown here. Down arrow. Payment for making down arrow. Notification number. ഇവിടെ ഡീറ്റെയിൽസ് Down വന്നിട്ടുണ്ട്. arrow. Colon. Down arrow. Combo box collapsed. Down arrow. Select the notification number. Up arrow. Combo box table. Down arrow. Jan 2023 department. Down arrow. July 2026 departmental test. ഓക്കെ, ഇവിടെ പേപ്പർ Enter. ഞാൻ സെലക്ട് ചെയ്തു. Expanded. List. July. Enter. Combo. Escape. Down arrow. Link graphic show more details. Show down arrow. Remittance details. Down arrow. All denominations in rupees. Down arrow. Table with 5 rows and 3 columns. Row 1 column 1 number. Down arrow. Column 2 amount. Down arrow. Column 3 details. Down arrow. Row 2 number. Column 1 through 3 no remittance made yet. നോ റെമിറ്റൻസ് മീഡിയറ്റ്, നമുക്ക് ഫ്രീ ചാൻസ് ആണ് Down കൊടുത്തിരിക്കുന്നത്. arrow. Row 3 table with 4 rows and 3 columns. Row 1 column 1. Down arrow. Column 2 certificate fee. Down arrow. Column 3 examination fee. അപ്പൊ ഇവിടെ എക്സാമിനേഷൻ ഫീയും സർട്ടിഫിക്കറ്റ് ഫീ ഒക്കെ കാണിക്കുന്നുണ്ട്. സോ നമ്മളിപ്പോൾ ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അതായത് ഞാനിപ്പം എഡ്യൂക്കേഷൻ KER-ന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പം ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ്, അക്കൗണ്ട് ടെസ്റ്റ് ഹയറും കൂടെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ഈ ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് എഡിറ്റിംഗ് വരുത്തിക്കൊണ്ടേയിരിക്കാം. നമുക്ക് അപ്ലൈ ചെയ്തത് ഡിലീറ്റ് ചെയ്യാൻ ഡിലീറ്റ് ചെയ്യാം. അതേപോലെ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഡേറ്റിനുള്ളിൽ ചെയ്യാൻ കഴിയും. അത് കഴിഞ്ഞാൽ പറ്റില്ല. നിങ്ങൾ പേയ്മെന്റ് അടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സർട്ടിഫിക്കറ്റ് പേയ്മെന്റിലോട്ട് നമ്മുടെ എക്സാം ഫീ അടച്ചു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യില്ല. അതുപോലെ സർട്ടിഫിക്കറ്റിന്റെ എമൗണ്ട് എക്സാം ഇതിനകത്തോട്ട് അക്കൗണ്ടിലോട്ട് അടച്ചാലും അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ അത് നിങ്ങൾ പേയ്മെന്റ് അടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക. പേയ്മെന്റ് അടയ്ക്കാനുള്ള ലിങ്ക് മുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നേരത്തെ. നമുക്ക് കാണിച്ചു തരാം. Control tab. Tab. Contact link tab. Site map tab. Logout visit tab. List with tab. My registry tab. Change my path tab. Link Aadhaar tab. Apply for tab. Make payment visited same page link. കണ്ടോ, മേക്ക് പേയ്മെന്റ് ഇവിടെ വന്നിട്ടുണ്ട്. സോ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ക്യാപ്ച സോൾവ് ചെയ്യുന്നത് മാത്രമേ ഒരു വിഷയമുള്ളൂ. രജിസ്റ്റർ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാൻ നോക്കുക. രജിസ്ട്രേഷന്റെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ നോക്കട്ടെ എന്തായാലും. ഓക്കെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. സോ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. ക്യാപ്ചയുടെ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോൾ അതിന് ഒരുപാട് മീഡിയംസ് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ വിഷൻ അസിസ്റ്റന്റ് പ്രോയോ അല്ലെങ്കിൽ നമ്മുടെ AI ടൂളുകളെടുത്ത് ചോദിച്ചു കഴിഞ്ഞാലൊക്കെ സോൾവ് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് എന്തായാലും ഒരു റെപ്രസെന്റേഷൻ കൊടുക്കാം, ഓഡിയോ ക്യാപ്ച പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. സോ ഇന്ന് ഇത്രയാണ്, വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.